ഇനി പറയാൻ പോകുന്ന കഥയല്ല സംഭവത്തിൽ ഇത്രയും മോട്ടിവേഷൻ കൊടുത്ത ഒരു ഗുരു ലോകത്ത് വേറെ ഉണ്ടാവും തോന്നില്ല. നിങ്ങൾ ദ കേവ്സ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ ശരിക്കുള്ള സംഭവത്തിന്റെ കഥയായിരുന്നു. തായ്ലാന്റിലെ ഗുഹയ്ക്കുള്ളിൽ കുട്ടികൾ പെട്ടുപോയ കഥ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ? 2018 ജൂണിലെ ഒരു ദിവസം ഫുട്ബോൾ പരിശീലനത്തിന് ഇറങ്ങിയതാണ് തായ്ലാന്റിലെ ഒരു ഫുട്ബോൾ ടീം. 12 അംഗങ്ങളും പരിശീലകനും അടങ്ങുന്ന ടീമിലെ അംഗങ്ങൾ മിക്കവരും 11 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ളവർ. പരിശീലനത്തിന് ശേഷം അവരൊരു യാത്ര പ്ലാൻ ചെയ്തു. തായ്ലാന്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗുഹകളിൽ ഒന്നായ തോം ലുവാങ് ഗുഹ സന്ദർശിക്കുക എന്നതായിരുന്നു അത്. അതിസങ്കീർണമായ ഈ ഗുഹയിലേക്ക് അവർ കടന്നപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിയുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ഉഗ്രൻ മഴ പെയ്തു. അത് ഗുഹയ്ക്കുള്ളിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങാനിടയാക്കി. ഗുഹയിൽ 4 കിലോമീറ്ററോളം ഉള്ളിൽ കുട്ടികളും പരിശീലകനും അടങ്ങുന്ന സംഘം കുടുങ്ങി. അതിവേഗം ഈ വാർത്ത ലോകം മുഴുവൻ പരന്നു. രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോയി. ആദ്യത്തെ 9 ദിവസം കഴിക്കാനുള്ള ആഹാരം മാത്രമായിരുന്നു സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ലോകത്തിൽ നിന്ന് അകന്ന് കടുത്ത ഏകാന്തതയിലും മാനസിക സമ്മർദ്ദത്തിലും ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പരിശീലകന്റെ മനോധൈര്യവും പ്രചോദനവും കുട്ടികൾക്ക് കരുത്തായി. തങ്ങൾ പ്രതിസന്ധിയെ അതിജീവിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. തങ്ങൾ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ഗുഹയുടെ മതിലിലേക്ക് 16 അടി ദ്വാരം കുഴിച്ച് ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അവർ അതുപേക്ഷിക്കുകയും ധ്യാനിച്ചും മനോനിയന്ത്രണത്തിൽ ഏർപ്പെട്ടും സമയം കഴിക്കുകയായിരുന്നു. 17-ാം ദിവസം തായ്ലാന്റ് നേവി സീലുകൾ കുട്ടികളെയും പരിശീലകനെയും കണ്ടെത്തുകയും അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അതിജീവനത്തിന്റെ വലിയൊരു പാഠമാണ് തായ്ലാന്റിലെ ഈ കുട്ടികളുടെ കഥ. ദ കേവ്സ് എന്ന് പറയുന്ന ആ സിനിമയിൽ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവങ്ങളോടുകൂടി എല്ലാം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും നമുക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ഒരു സിനിമയായിട്ടായിരുന്നു എനിക്ക് അത് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന പരിശീലകൻ്റെ ആ ഒരു അത്രയും സ്ട്രെങ്താണ് മനസ്സിൽ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ഇരുട്ടറയിൽ ഭക്ഷണമൊന്നുമില്ലാതെ വളരെ തുച്ഛമായിട്ട് കയ്യിലുണ്ടായിരുന്ന എന്തോ ബിസ്ക്കറ്റോ കഴിച്ചു കൂട്ടിയ ആ ഒരു ദിവസങ്ങൾ, ആ ഒരു സിനിമ അത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശീലകൻ്റെ മനോധൈര്യമാണ് അത്രയും കുട്ടികളെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എല്ലാം തീർന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ.